അടുത്തതായി മാമറി ഗ്ലാൻഡ്. ഒരു എല്ലാ ഫീമെയിൽ മാമൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ്. സോ എല്ലാ ഫീമെയിൽ മാമൽസിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ്. സോ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും മാമറി ഗ്ലാൻഡും ഒരുമിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചറായിട്ടാണ് ഫീമെയിലിൽ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഫീമെയിലിൻ്റെ ബോഡിയിലാണ് ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ നടക്കുന്നത് ഫീമെയിലിൻ്റെ ബോഡിയിലാണ്. സോ ഫീമെയിലിലെ എല്ലാ പ്രോസസ്സുകളും നടക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ, പ്രഗ്നൻസി, ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, അതുപോലെ അതിൻ്റെ ഫർദർ ഡെലിവറി ഓഫ് ദ ബേബി, യങ് വൺ, അതുപോലെ ചൈൽഡ് കെയർ, എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് ഫീമെയിലിൻ്റെ ബോഡിയിലാണ്. സോ അതിനെ സഹായിക്കാനാണ് നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അലോങ് വിത്ത് മാമറി ഗ്ലാൻഡ്. സോ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീമെയിൽ മാമൽസിനും കാറ്റസ്പീസിന് അതിൻ്റെ യങ് വൺസിനെ നറിഷ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഭാഗങ്ങളൊന്ന് നോക്കാം. സോ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞത് പെയ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓരോ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ആയിട്ട് സ്ട്രക്ചർ, നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയും. സോ ബ്രസ്റ്റ് 2 ഓവറി 2 ടെസ്റ്റിസ് 2 പോലെ തന്നെ നമ്മുടെ മാമറി ഗ്ലാൻഡും 2 ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് ബ്രസ്റ്റ്. സോ പെയ്ഡ് സ്ട്രക്ചറാണ് ബ്രസ്റ്റ്. ഇനി അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പെയ്ഡ് സ്ട്രക്ചർ മാമറി ഗ്ലാൻഡും അല്ലെങ്കിൽ ബ്രസ്റ്റും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് മാമറി ഗ്ലാൻഡ്. സോ ടിഷ്യൂ ഹാവിങ് ഗ്ലാൻഡുലാർ. സോ ഗ്ലാൻഡുലാർ ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. അതുപോലെ ഒരുപാട് എമൗണ്ട് ഓഫ് ഫാറ്റ് ഉണ്ടാവും. വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റും ഗ്ലാൻഡുലാർ ടിഷ്യൂം അടങ്ങിയതാണ് ഓരോ ബ്രസ്റ്റും. അതാണ് പെയ്ഡ് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ പ്ലസ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. സോ നല്ലോണം ഫാറ്റും ഗ്ലാൻഡുലാറും ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഓരോ ബ്രസ്റ്റിലുണ്ടായിരിക്കുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബ്രസ്റ്റും ഈച്ച് വൺ അല്ലെങ്കിൽ ഈച്ച് മാമറി ഗ്ലാൻഡ് ഡിവൈഡർ ഇൻറ്റു ഓരോ മാമറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് 15 to 20 മാമറി ലോബ്. സോ ഈച്ച് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും എന്തുണ്ടാവും 15 to 20 15 മുതൽ 20 വരെ മാമറി ലോബുകൾ ഉണ്ടായിരിക്കും. മാമറി ലോബുകൾ കമ്പാർട്ട്മെൻറ്റ് പോലെ. ഈ മാമറി ലോബുകളിൽ ഒരുപാട് ക്ലസ്റ്റർ ഓഫ് സെൽസുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ക്ലസ്റ്റർ കൂട്ടം കൂടിയുള്ള സെൽസുകൾ. ആ സെൽസുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. സോ ഓരോ മാമറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടിഷ്യൂ, ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. ഇനി ഓരോന്നെടുത്തു കഴിഞ്ഞാൽ അതിൽ 15 to 20 മാമറി ലോബുകൾ ഉണ്ടായിരിക്കും. ആ മാമറി ലോബിൽ കുറേ സെല്ലുകളുണ്ട്, ക്ലസ്റ്റർ ഓഫ് സെൽസുകൾ ഉണ്ടായിരിക്കും. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഈ ആൽവിയോളൈ സെല്ലുകളാണ് നമുക്ക് ആ ഫീമെയിലിൽ മിൽക്ക് സെക്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ആൽവിയോളൈ സെൽസ് എന്ത് ചെയ്യണു? മിൽക്ക് സെക്രീഷൻ. എന്നിട്ട് ആ സെക്രീറ്റ് ചെയ്ത മിൽക്കിനെ സ്റ്റോർ ചെയ്യുന്നു. ആൽവിയോളയിലെ തന്നെയുള്ള ക്യാവിറ്റികളിൽ അല്ലെങ്കിൽ ല്യൂമണുകളിൽ ആ മിൽക്കിനെ സ്റ്റോർ ചെയ്യുന്നു. സോ ലോബിലുള്ള അതിലുള്ള ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉള്ള ആൽവിയോളയിൽ മിൽക്ക് സെക്രീറ്റ് ചെയ്തു. ആ മിൽക്ക് ല്യൂമൺ ഓഫ് ആൽവിയോളയിൽ സ്റ്റോർഡ് ആവും. അങ്ങനെ ആൽവിയോളൈ ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? മാമറി ട്യൂബ്യൂളുകളിലേക്കാണ്. സോ ആൽവിയോളൈ ഓപ്പൺ ചെയ്യുന്നത് അടുത്തത് ആ ലോബിലുള്ള ആൽവിയോളൈ ആ സെല്ലുകൾ ഓപ്പൺ ചെയ്തത് മാമറി ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ ഭാഗത്തോട്ടാണ്. സോ ഈ മാമറി ട്യൂബ്യൂൾ ഓരോ ലോബ് നമ്മൾ പറഞ്ഞു 15 to 20 മാമറി ലോബാണ്. നമ്മൾ ഒരു ലോബിലെ കാര്യമാണ് ഈ പറയണതെങ്കിൽ അങ്ങനെ എല്ലാ ലോബിലെയും മാമറി ട്യൂബ്യൂൾ. അപ്പോൾ ഓരോ ലോബിലും മാമറി ട്യൂബ്യൂളുകൾ ഉണ്ടായിരിക്കും. ഓരോ ലോബിലും ഒരുപാട് ആൽവിയോളൈ ഉണ്ടായിരിക്കും. സോ ആൽവിയോളൈ എല്ലാ ആൽവിയോളയും ജോയിൻ ചെയ്യുന്ന മാമറി ട്യൂബിൾ. സോ ഈ മാമറി ട്യൂബിളുകൾ എല്ലാ ലോബിലെയും 15 to 20 എല്ലാ ലോബിലെയും മാമറി ട്യൂബിൾ ജോയിൻ ചെയ്യുന്നത് ഒരു മാമറി ഡക്റ്റിലേക്കാണ്. എല്ലാ ലോബിയുള്ളിലും അല്ലെങ്കിൽ എല്ലാ ലോബിലെയും മാമറി ട്യൂബ്യൂളുകൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത് ഒരു മാമറി ഡക്റ്റിലേക്കാണ്. അങ്ങനെ ഓരോ മാമറി ഡക്റ്റുകളും ഒരു ലോബിൽ നിന്ന് ഒരു മാമറി ഡക്റ്റിലേക്ക് അങ്ങനെ ഒരുപാട് മാമറി ഡക്റ്റുകൾ ഉണ്ടാവും. കാരണം നമുക്ക് എത്ര ലോബുണ്ട്? 15 to 20 മാമറി ലോബുണ്ട്. അങ്ങനെ സെവറൽ മാമറി ഡക്റ്റുകൾ ഒക്കെ കൂടി ജോയിൻ ചെയ്യണം വീതി കൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് മാമറി ആംപ്യൂള. വൈഡർ ആയിട്ടുള്ള എല്ലാ ഡക്റ്റും കൂടി ജോയിൻ ചെയ്യുന്നത് ഒരു വൈഡർ ആയിട്ടുള്ള മാമറി ആംപ്യൂളയിലേക്കാണ്. ഈ മാമറി ആംപ്യൂള കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കണക്ട് ടു വേറൊരു ഭാഗമാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്.
ലാക്റ്റിഫറസ് ഡക്റ്റിലൂടെയാണ് മിൽക്ക് സക്ക് ചെയ്ത് പോണത്. സോ ബേബി സക്ക് ചെയ്യുമ്പോൾ മിൽക്ക് കിട്ടുന്നത് ഈ ലാക്റ്റിഫറസ് ഡക്റ്റിലൂടെയാണ്. ഒരിക്കൽ കൂടി പറയാം, ഓരോ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് പെയ്ഡ് സ്ട്രക്ചറാണ്. ബ്രസ്റ്റ് എന്നാണ് പറയുക. അതിലുള്ള കമ്പോസിഷൻ എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യൂ പ്ലസ് കുറേ ഫാറ്റുകളായിരിക്കും. അങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു മാമറി ഗ്ലാൻഡിലും 15 to 20 മാമറി ലോബുകളുണ്ടായിരിക്കും. ഈ ലോബുകളിലൊക്കെ കുറേ സെൽസുകൾ ഉണ്ടായിരിക്കും. അതാണ് ആൽവിയോളൈ. ആൽവിയോളൈ സെൽസിലാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ ആൽവിയോളൈ ല്യൂമൻ അല്ലെങ്കിൽ ക്യാവിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ആൽവിയോളൈ ഓപ്പൺ ചെയ്യുന്നത് മാമറി ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെയാണ്. ആ മാമറി ട്യൂബ്യൂൾ എല്ലാ മാമറി ലോബിലും മാമറി ട്യൂബുകളും ജോയിൻ ചെയ്ത് ഓരോരോ മാമറി ഡക്റ്റിലേക്ക് എത്തും. എല്ലാ മാമറി ഡക്റ്റുകളും കൂടി ജോയിൻ ചെയ്ത് വൈഡറായിട്ടുള്ള ഒരു മാമറി ആംപ്യൂളയിലേക്ക് എത്തുന്നു. ഈ മാമറി ആംപ്യൂളൊക്കെ കൂടി കണക്ട് ചെയ്യണത് ഒരു ലാക്റ്റിഫറസ് ഡക്റ്റിലാണ്. അതിലൂടെ മിൽക്ക് ബേബി സക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നു. സോ ത്രൂ വിച്ച് മിൽക്ക് ഈസ് സക്ഡ് ഔട്ട് വെനെവർ ഒരു ബേബി സക്ക് ചെയ്യുമ്പോൾ. ഇതാണ് മാമറി ഗ്ലാൻഡ്. ഇനി നമുക്കതിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചർ ഒന്ന് നോക്കാം.